നമസ്കാരം. 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കുട്ടത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അഭിമുഖത്തിൽ താൻ സാമ്പത്തിക ചൂഷണം നൽകിയെന്ന മൂന്നാമത്തെ പരാതിക്കാരിയുടെ ആരോപണം രാഹുൽ തള്ളി. ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല, ചെരുപ്പ് വാങ്ങിത്തന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധം. മെസ്സേജുകൾ മുഴുവൻ പുറത്തുവിടണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ 5 മെസ്സേജുകൾ മുകളിലേക്കും 5 മെസ്സേജുകൾ താഴേക്കും പുറത്തുവിടുവാൻ തയ്യാറുണ്ടോ എന്നാണ് രാഹുൽ ചോദിച്ചിരുന്നത്. രാഹുലിന്റെ വെല്ലുവിളിക്ക് പിന്നാലെ വിഷയത്തിൽ രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോഴിതാ ലക്ഷ്മി പത്മ പുറത്തുവിട്ട ചാറ്റ്, അതായത് ഈ സ്ക്രീൻഷോട്ടുകളിലെ വൈരുദ്ധ്യങ്ങൾ എണ്ണി ചോദിച്ചിരിക്കുകയാണ് ഫെന്നി നൈനാൻ. ബലാത്സംഗം ആരോപിക്കുന്ന തീയതിയും പണമയച്ച തീയതിയും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ലക്ഷ്മി പത്മ 6 പ്രധാന ചോദ്യങ്ങളാണ് രാഹുലിനോട് ചോദിച്ചത്. പരാതിക്കാരിയിൽ നിന്ന് സമ്മാനങ്ങളും പണവും വാങ്ങിയിട്ടില്ലെങ്കിൽ രാഹുലിന്റെ പേരിലുള്ള ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ രേഖകളും എങ്ങനെ വന്നു എന്നതായിരുന്നു ലക്ഷ്മിയുടെ പ്രധാന ചോദ്യം. എന്നാൽ ലക്ഷ്മി പത്മയുടെ ഈ പോസ്റ്റിന് മറുപടിയുമായി കഴിഞ്ഞ ദിവസം ഫെന്നി നൈനാൻ രംഗത്ത് വരികയായിരുന്നു. ലക്ഷ്മി പത്മ പുറത്തുവിട്ട 20ഓളം സ്ക്രീൻഷോട്ടുകളിൽ പണമയച്ച ഒരു തീയതി മാത്രം മനഃപൂർവ്വം മറച്ചുവെച്ചു എന്നാണ് ഫെന്നി ആരോപിക്കുന്നത്. അത് ഏപ്രിൽ 14, 2024 എന്ന തീയതിയാണ്. ഇതിനിടെയാണ് ഫെന്നി നൈനാൻ യുക്തിപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. പരാതിക്കാരി ആരോപിക്കുന്ന പീഡനം നടന്നത് ഏപ്രിൽ 8-നാണ്. അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപിക്കുന്ന ആൾക്ക് കൃത്യം 6 ദിവസങ്ങൾക്കപ്പുറം എന്തിനാണ് പരാതിക്കാരി 10,000 രൂപയും ഷാമ്പുവും വാച്ചുമൊക്കെ സമ്മാനമായി നൽകിയത്? ആ മുറിവുകൾ ഉണങ്ങും മുൻപേ ആരോപണ വിധേയനായ വ്യക്തിക്ക് പണം നൽകിയതിന്റെ ലോജിക് ലക്ഷ്മി പത്മയ്ക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടല്ലേ ആ തീയതി മറച്ചു പിടിച്ചതെന്നാണ് ഫെന്നി ചോദിച്ചത്. താൻ പണം ആവശ്യപ്പെട്ടതിന് 1 രൂപയുടെയെങ്കിലും തെളിവ് പുറത്തുവിടുവാൻ രാഹുൽ നേരത്തെ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ലക്ഷ്മി പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകളിൽ എവിടെയും രാഹുൽ പണം ആവശ്യപ്പെട്ടതായി കാണുന്നില്ലെന്നും മറിച്ച് പരാതിക്കാരി സ്വമേധയാ പണം അയക്കുകയായിരുന്നുവെന്നുമാണ് ഫെന്നി നൈനാന്റെ വാദം. ഫെന്നിയുടെ പോസ്റ്റ് ഇങ്ങനെ: ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയുവാനുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കുട്ടം എംഎൽഎക്ക് അതിനുശേഷവും ഷാമ്പുവും ഫേസ് വാഷും കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരുപ്പും ഗോട്ട് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. 3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കുട്ടം തനിക്ക് അവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ 1 രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടുവാനാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ലക്ഷ്മി പത്മ 20-ൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് 1 തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചതെന്ന് മറച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഉത്തരം ഞാൻ തന്നെ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ഏപ്രിൽ 14-ന്റെ പ്രത്യേകത ബലാത്സംഗം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ കൃത്യം 6 ദിവസത്തിനു ശേഷമുള്ള ഡേറ്റ് ആണ്. താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവ് മായും മുൻപേ 10,000 രൂപ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടാകുമല്ലേ എന്നായിരുന്നു പോസ്റ്റ്. ലക്ഷ്മി പത്മ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പേരിലേക്ക് ആകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. 2. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്തുവാൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രമടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത്? 3. തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? 4. പാലക്കാട്ടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരി എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? 5. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് താഴെ.
6 പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിന് ആകുമായിരുന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾക്കെതിരെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതുവരെയും പ്രതികരിക്കാത്തവർ, അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അതിജീവിതകൾ, പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരെയൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുൻപ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു എന്നായിരുന്നു ആ പോസ്റ്റ്. ധാർമ്മികതയുടെയും മാധ്യമ പ്രവർത്തനത്തിന്റെയും പേരിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ലക്ഷ്മി പത്മ താൻ പുറത്തുവിട്ട തെളിവുകളിലെ ഈ പൊരുത്തക്കേടുകൾക്ക് മറുപടി നൽകുമോ? ഒരു വ്യക്തിയെ വേട്ടയാടാൻ സ്ക്രീൻഷോട്ടുകൾ ഭാഗികമായി ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? വരും ദിവസങ്ങളിൽ ഈ വിവാദം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ലക്ഷ്മി പത്മ പുറത്തുവിട്ട തെളിവുകളിലെ പൊരുത്തക്കേടുകൾ ഓരോന്നായി പൊളിച്ചൊടുക്കിയ ഫെനിയുടെ പോസ്റ്റിന് താഴെ ഇപ്പോൾ കമന്റുകളുടെ പേരുമഴയാണ്. ആരോപണങ്ങളിലെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ജനരോഷമാണ് കമന്റ് ബോക്സിൽ കാണുന്നത്. രജുല ഖാസിം എന്നൊരാൾ കുറിച്ചത് കുറെ സ്ത്രീപക്ഷവാദികൾ ഇറങ്ങിയിരിക്കുന്നു. ഇതെന്താ ഗർഭചേച്ചി പകുതി മുക്കിയത്? ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട ഡേറ്റ് മുക്കിയതിന്റെ ഭാഗമായതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്തിട്ടത്. നാണം കെട്ട പരിപാടി നടത്തി ചേച്ചി അടുത്ത പീഡനം ഗർഭമൊക്കെ തേടി ഇറങ്ങുക. എന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും രാഹുലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് ആർക്കൊക്കെ നേരം വെളുത്താലും ഇല്ലെങ്കിലും. ഭർത്താവ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കളഞ്ഞിട്ട് കെട്ടാത്ത സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരുത്തനെ വലയിലാക്കാൻ നടന്നിട്ട് അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഇമാതിരി തെണ്ടിത്തരം പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇതിനൊക്കെ പേര് വേറെയാണ്. അതിനൊന്നും അതിജീവിതം എന്നൊന്നും വിളിക്കരുത്. പിന്നെ ഷഹനാസ് എന്ന അമ്മായി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, മഹിളാ കോൺഗ്രസിലെ സ്ത്രീകളുടെ ഫോണും രാഹുലിന്റെ ഫോണും വെച്ച് നോക്കിയാൽ രാഹുൽ അവർക്കും വൃത്തികെട്ട മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമെന്ന. സ്ത്രീയെ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ പെണ്ണുങ്ങളും, അതായത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല. ഒരാൾ മോശമായി എന്തെങ്കിലും കാണിച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കാൻ അറിയാം. കേരളത്തിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിൽ ചാനലുകളുടെ മുന്നിലിരുന്ന MA ഷഹനാസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയേണ്ടത് മഹിളാ കോൺഗ്രസ് നേതൃത്വമാണ്. കൂടാതെ ഇന്നലെ ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ആലോചിച്ചിരുന്നു, ആ തീയതി മാത്രം എന്താ മറച്ചിരിക്കുന്നതെന്ന. ഇതാണ് രാഹുൽ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കും. ഒന്ന് പ്രൊവോക്ക് ചെയ്തപ്പോൾ അവരായി തന്നെ തെളിവുകൾ ഇട്ടുകൊടുത്തു. എന്നാലും ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ച മനസ്സാരും കാണാതെ പോകരുത് എന്നിങ്ങനെയാണ് കമന്റുകൾ നീളുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ 1 രൂപയെങ്കിലും ആവശ്യപ്പെടുത്തുന്ന തെളിവുണ്ടോ? ലക്ഷ്മി പത്മ പുറത്തുവിട്ട 20ഓളം സ്ക്രീൻഷോട്ടുകളിൽ എവിടെയും രാഹുൽ പണം ചോദിക്കുന്നില്ല എന്ന വസ്തുത ഫെനിയുടെ പോസ്റ്റിലൂടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ അപൂർണമായ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഫെനി നൈനാൻ ഉയർത്തിയ ഈ ചോദ്യവും അതിന് താഴെ വരുന്ന ജനകീയമായ പ്രതികരണങ്ങളും ലക്ഷ്മി പത്മയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്.